തൃശൂർ പൂരമൊരുക്കങ്ങൾ വിലയിരുത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തേക്കിൻകട മൈതാനിയിൽ ശനിയാഴ്ച മോക്ക് ഡ്രിൽ നടത്തും. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം പദ്ധതി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. സമയക്രമം പാലിച്ചില്ലെന്നാരോപിച്ച് പോലീസ് ബസ് തടഞ്ഞതാണ് പണിമുടക്കിനിടയാക്കിയത്. വലിയക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണമെന്നും 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ലെന്നും കോടതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടിയ നടപടിക്കെതിരെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥങ്കരത്തിലെ തിരുനാളിന് കൊടിയേറി. 9, 10, 11 തീയതികളിലാണ് തിരുനാൾ. മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പൂരമൊരുക്കങ്ങൾ വിലയിരുത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കളക്ടറേറ്റിൽ നടന്ന വിവിധ വകുപ്പ് മേധാവികളുടെയും ദേവസ്വം പ്രതിനിധികളുടെയും യോഗത്തിന് ശേഷം പൂരനഗരി സന്ദർശിച്ചാണ് ഒരുക്കങ്ങൾ വിലയിരുത്തിയത്. പൂരത്തോടനുബന്ധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ തേക്കിൻകാട് മൈതാനിയിൽ മോക്ക് ഡ്രിൽ നടത്തുമെന്ന് കളക്ടർ അറിയിച്ചു. ഘടകപൂരങ്ങൾ സമയക്രമം പാലിച്ച് നടത്തണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. പൂരത്തോടനുബന്ധിച്ചുള്ള ഗതാഗത നിയന്ത്രണം, ക്രമസമാധാനം, മെഡിക്കൽ, പോലീസ്, ഫയർഫോഴ്സ് സംഘത്തിന്റെ വിന്യാസം എന്നിവ യോഗം വിലയിരുത്തി. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും. പൂരം വ്യാജ പാസുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. വിവിധ വകുപ്പ് മേധാവികളും ദേവസ്വം പ്രതിനിധികളും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. പൂരത്തോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവിധ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടി. അരവന ബിയർ ആൻഡ് വൈൻ, ഹോട്ടൽ C4, ഹോട്ടൽ ആലിയ, ഓറോട്ടി കിഴക്കുംപാട്ടുകര, താജിൻ, കുക്ഡോർ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും പിടികൂടിയത്. ബിരിയാണി, ചിക്കൻ, മീൻകറികൾ, പൊറോട്ട മാവ് തുടങ്ങിയവ പിടികൂടി. പൂരത്തിന് മുന്നോടിയായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലാണ് ഇവ പിടികൂടിയത്. ഇതിലെ 3 ഹോട്ടലുകളിൽ നിന്ന് മുൻപ് നിരവധി തവണ പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടിയതാണെന്നും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ ഒരു സംരംഭമാണ് തൃശ്ശൂർ പൂരം. ഏകദേശം 15-16 ലക്ഷം ആൾക്കാർ വരുന്ന, സംസ്ഥാനത്തിൻ്റെ അകത്തു നിന്നും സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്നും വിദേശത്തുനിന്ന് പോലും ഇവിടെ പൂരം ആസ്വദിക്കാൻ വരുന്നവർ വളരെയധികമാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് ഭക്ഷണം നല്ലത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുക. ഒരു കാരണവശാലും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. 6 ഹോട്ടലുകളാണ് ഇപ്പോൾ നമ്മൾ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിരിക്കുന്നത്. ഒരു കാര്യത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. ഡ്രൈവ് തുടരും. പൂരം അവസാനിക്കുന്നത് വരെ എത്ര വലിയ ഹോട്ടലായാലും ചെറിയ ഹോട്ടലായാലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഒപ്പം തന്നെ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം തട്ടുകടകൾ, ഈ തട്ടുകടകളിലും പല ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഇല്ലാതിരിക്കാൻ അവരും നമ്മൾ ഈ റൈഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഭക്ഷണം കൊടുക്കണം, അതേപോലെ സന്തോഷമായിട്ട് തൃശ്ശൂരിൽ നിന്ന് പോകണം എന്നുള്ള ഒരാശയത്തിൻ്റെ ഭാഗമായാണ് ഈ ഡ്രൈവ് നടത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ സഹകരിക്കണം. പിടിച്ചെടുത്ത പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ സ്ഥാപനത്തിന്റെ പേര് സഹിതം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പ്രദർശിപ്പിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് മേയർ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി കമ്മീഷൻ ചെയ്തത്. മലയാളത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങിയത്. പദ്ധതിയുടെ നേട്ടങ്ങളും സാധ്യതകളും ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഇനി രാജ്യത്തിന്റെ പണം രാജ്യത്തിനാണെന്നും പണം രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകില്ലെന്നും പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്നും വ്യക്തമാക്കി. രാജ്യത്തിന്റെ തുറമുഖ നഗരങ്ങൾ വികസിത് ഭാരത് സങ്കല്പത്തിന്റെ പ്രധാന കേന്ദ്രമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് വിഴിഞ്ഞം തുറമുഖ വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ, ശശി തരൂർ MP തുടങ്ങിയവർ പങ്കെടുത്തു. സഹോദരി സഹോദരന്മാരെ, एक समय में ग्लोबल GDP में मेजर शेयर भारत का हुआ करता था.
उस दौर में हमें जो चीज दूसरे देशों से अलग बनाती थी वो थी हमारी मैरीटाइम कैपेसिटी, हमारी पोर्ट सिटीज की इकोनॉमिक एक्टिविटी। തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. സമയക്രമം പാലിച്ചില്ലെന്നാരോപിച്ച് പോലീസ് ബസ് തടഞ്ഞതാണ് പണിമുടക്കിന് കാരണം. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 40ഓളം സ്വകാര്യ ബസ്സുകളാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:55 മുതൽ സർവീസ് നിർത്തിവെച്ച് പണിമുടക്ക് നടത്തുന്നത്. തൃശൂർ കുറ്റിപ്പുറം റോഡ് പണി നടക്കുന്നതിനാൽ സമയത്തിന് ഓടിയെത്താൻ സാധിക്കാത്തതിനാൽ 15 മിനിറ്റോളം മുൻപ് ബസ് പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മിന്നൽ പണിമുടക്കിൽ കലാശിച്ചത്. 3:18 പുറപ്പെടേണ്ട ബസ് 2:55 ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ കൺട്രോൾ റൂം പോലീസ് ജീപ്പ് ബസ്സിന് മുന്നിലിട്ട് തടയുകയായിരുന്നുവെന്ന് ബസ് ജീവനക്കാരായ PM റഷീദ്, MP ആന്റണി എന്നിവർ പറയുന്നു. തൃശ്ശൂർ കുന്നംകുളം റോഡിന്റെ ശോചനാവസ്ഥ കാരണം ഞങ്ങൾ കഴിഞ്ഞ 10-ാം തീയതി ADM-നെ കാണുകയും ജില്ലാ കമ്മീഷണറെ കാണുകയും അവർ RTOനും പരാതികളെ അപേക്ഷയായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് സമയത്തിന് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടാൽ എവിടെ ഓടിയെത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഒരു 10-20 മിനിറ്റ് അഡ്വാൻസ് ആയിട്ട് എടുത്തിട്ട് മരണപ്പാച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇന്ന് എൻ്റെ വണ്ടി കൺട്രോൾ റൂമിലത്തെ ഒരു SI ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു SI വന്നിട്ട് ജീപ്പ് കൊണ്ട് ബ്ലോക്ക് ചെയ്തു. അതിനുള്ള അധികാരം ഇല്ല ഒന്നാമത്തെ കാര്യം. ഒരു പരാതി സ്റ്റേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ കണ്ടക്ടർ ഡ്രൈവറെയും വിളിക്കുക, അങ്ങനെയാണ് സ്വാഭാവിക നടപടി. അയാൾ മനഃപൂർവ്വം ഏതൊരു ഫേവർ ചെയ്യുന്ന മാതിരി ഏതൊരു മുതലാളി ആൾക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു ഫേവർ ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ SI ഞങ്ങളുടെ വണ്ടിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് 3:15 വരെ ബ്ലോക്ക് ചെയ്തിട്ടു. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ റോഡ് പണി കഴിയണ വരെ ഞങ്ങൾക്ക് കുറച്ച് അഡ്വാൻസിങ് കിട്ടിയാൽ പറ്റൂ, അല്ലാണ്ട് ഞങ്ങളുടെ വണ്ടി ഓടിത്തി പറ്റില്ല. ഞങ്ങൾ ഇതിന് തീരുമാനം ഞങ്ങൾക്ക് കിട്ടണം. കേസെടുക്കുമെന്ന് പറഞ്ഞ് പോലീസ് തങ്ങളെ ഭീഷണിപ്പെടുത്തിയതായും ഇവർ പറഞ്ഞു. സമയക്രമത്തിന് മുൻപ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് RTOയ്ക്കും കമ്മീഷണർക്കും നേരത്തെ കത്ത് നൽകിയിരുന്നതായി ബസ് ജീവനക്കാർ പറഞ്ഞു. തൃശൂരിൽ നിന്നും കുന്നംകുളം വരെ ഓടിയെത്താൻ 36 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്ന സമയം. എന്നാൽ പുഴയ്ക്കൽ ശോഭ സിറ്റി കഴിയുമ്പോഴേക്കും 30 മിനിറ്റ് കഴിയുമെന്നും ഇവർ പറയുന്നു. മിന്നൽ പണിമുടക്കിനെ തുടർന്ന് കോഴിക്കോട് നിന്ന് തൃശൂർക്ക് വരുന്ന സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ കുന്നംകുളത്ത് സർവീസ് അവസാനിപ്പിച്ച് മടങ്ങിപ്പോവുകയാണ്. നാളെ RTOയുമായി ചർച്ച നടത്തി തീരുമാനമായിട്ട് മാത്രമേ സർവീസ് പുനരാരംഭിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് ബസ് ജീവനക്കാർ. ന്യൂസ് ഡെസ്ക് TCV. വലിയക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണമെന്നും 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. അങ്ങനെ വന്നാൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങളെ കടത്തിവിടണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് നടപ്പാക്കുന്നുണ്ട് എന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. പൊതുപ്രവർത്തകനായ OR ജനീഷ് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ഹർജി ഈ മാസം 21-ാം തീയതി വീണ്ടും പരിഗണിക്കും. 1 കോടി രൂപ ആദായനികുതി വകുപ്പ് കണ്ടുകെട്ടിയ നടപടിക്കെതിരെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പ് കാലത്ത് പണമായി പാർട്ടി പിൻവലിച്ച തുകയാണ് ആദായനികുതി വകുപ്പ് കണ്ടുകെട്ടിയത്. പിൻവലിച്ച തുക പിന്നീട് മരവിപ്പിച്ച അക്കൗണ്ടിലേക്ക് ഇടാനെത്തിയതും പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ 1 കോടി രൂപ പണമായി എത്തിച്ചതും ചട്ടലംഘനമാണെന്നായിരുന്നു ആദായനികുതി വകുപ്പിന്റെ നിലപാട്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 1 കോടി രൂപയാണ് ആദായനികുതി വകുപ്പ് പിടികൂടിയത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ നിന്നെടുത്ത തുക ആയിരുന്നു ഇത്. 1 കോടി രൂപ ബാങ്കിൽ നിന്ന് പിൻവലിക്കപ്പെട്ട വിവരം അറിഞ്ഞ് ആദായനികുതി വകുപ്പ് അന്വേഷണം നടത്തുകയായിരുന്നു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച 1 കോടി രൂപ മരവിപ്പിച്ച ആദായനികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ പാർട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അറിയിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് 30 വർഷമായുള്ള അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച തുകയാണ് IT വകുപ്പ് മരവിപ്പിച്ചത്. ഇത് നിയമ ദുരുപയോഗവും അനീതിപരവുമാണെന്ന് KV അബ്ദുൽ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി 1 കോടി രൂപ കൈകാര്യം ചെയ്ത കേസിൽ CPM വാദം ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ CPM ജില്ലാ കമ്മിറ്റിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് AICC അംഗം അനിൽ അക്കര പറഞ്ഞു. ഇത് സംബന്ധിച്ച് നൽകിയ പരാതി അടിയന്തരമായി തീർപ്പാക്കണം. ഹൈക്കോടതിയുടെ വിധിപകർപ്പ് ലഭിച്ചതിന് ശേഷം വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും അനിൽ അക്കര പറഞ്ഞു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിന് കൊടിയേറി. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ ഗോഡ്വിൻ കിഴക്കോടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര എന്നിവർ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായി. മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, ട്രസ്റ്റിമാരായ KJ വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ, വിൽസൺ നീലങ്കാവിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 9, 10, 11 തീയതികളിലാണ് തിരുനാൾ.
പാവറട്ടി വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് അവലോകന യോഗം ചേർന്നു. അവലോകന യോഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മുരളി പെരുന്നെല്ലി എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് നടത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും റോഡ് ഗതാഗതം, കുടിവെള്ളം, പോലീസ് എന്നിവയെ സംബന്ധിച്ചും തീർത്ഥകേന്ദ്രം അധികൃതരുമായി ചർച്ച നടത്തി. റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന, ഗുരുവായൂർ ACP TS സിനോജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചലച്ചിത്ര സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ അദ്ദേഹം ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും. കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നുവെങ്കിലും ചികിത്സയ്ക്കായുള്ള വൻ തുക കണ്ടെത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം. കാശി, കയ്യെത്തും ദൂരത്ത്, റൺവേ, മാമ്പഴക്കാലം, ലയൺ, ബെൻ ജോൺസൺ, ലോകനാഥൻ IPS, പതാക, മാറാത്തനാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സീരിയൽ രംഗത്തും സജീവമായിരുന്നു. തൃക്കൂരിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും കാർ തകർക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ കോട്ടായി സ്വദേശി കൂലത്തുംപറമ്പിൽ വീട്ടിൽ സുബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ കോട്ടായിൽ വെച്ചായിരുന്നു സംഭവം. തൃക്കൂർ മതിക്കുന്ന് സ്വദേശി താണിക്കുടം വീട്ടിൽ മോഹനനാണ് പരിക്കേറ്റത്. മോഹനനും സുബിനും ചേർന്ന് കാർ വാടകയ്ക്കെടുത്ത് ടൂർ പോയിരുന്നു. മടങ്ങിയെത്തി കാറിലിരുന്ന് ഇരുവരും മദ്യപിക്കുന്നതിനിടെ കാർ തിരിച്ചു കൊടുക്കേണ്ടേ എന്ന് ചോദിച്ച വൈരാഗ്യത്തിൽ മോഹനനെ സുബിൻ കരിങ്കല്ലുകൊണ്ട് മുഖത്ത് ഇടിക്കുകയും കത്തിക്കൊണ്ട് കുത്തുകയുമായിരുന്നു. കാർ തല്ലി തകർത്ത ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പുതുക്കാട് SHO മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പാണ്ടിക്കാട് കാക്കുളം സ്വദേശി പൊറ്റേറ്റ് വീട്ടിൽ ഫിറൂസിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടകര കനകമല സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പല തവണകളായി 5,43,229 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് ട്രേഡിംഗ് നടത്തിച്ച് ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ്. ഇൻസ്പെക്ടർ PK ദാസ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബൈജു, ബിനു പൌലൂസ്, ആഷ്ലിൻ ജോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുപ്രസിദ്ധ മോഷ്ടാവാണെന്ന് തെറ്റിദ്ധരിച്ച് ഗുരുവായൂരിൽ തമിഴ് യുവാവിന് പോലീസിന്റെയും നാട്ടുകാരുടെയും പീഡനം. ഇതിൽ മനംനൊന്ത് വിറങ്ങലിച്ചിരിക്കുകയാണ് 5 വയസ്സിന് താഴെയുള്ള 3 കുട്ടികളും ഭാര്യയും അടങ്ങുന്ന യുവാവിന്റെ കുടുംബം. ഗുരുവായൂർ തിരുവെങ്കിടം കണ്ടൻകുളങ്ങരയിൽ കുടുംബസമേതം വാടകയ്ക്ക് താമസിക്കുന്ന കടലൂർ കാട്ടുമണ്ടാരക്കുടി സ്വദേശി അരവിന്ദനെയാണ് പോലീസും നാട്ടുകാരും ചേർന്ന് ഒരു ദിവസത്തേക്ക് കള്ളനാക്കിയത്. കഴിഞ്ഞ മാസം തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരന്റെ 6 പവൻ അടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ചോടിയ കേസിലെ പ്രതിയെയാണ് തമിഴ്നാട് പോലീസ് അന്വേഷിച്ചിരുന്നത്. ഈ മോഷ്ടാവിന്റെ CCTV ദൃശ്യവുമായി അരവിന്ദന് സാമ്യമുണ്ടായിരുന്നു. CCTVയിൽ പതിഞ്ഞ യഥാർത്ഥ മോഷ്ടാവിന്റെ ഫോട്ടോയ്ക്കൊപ്പം അരവിന്ദന്റെ ഫോട്ടോയും തമിഴ്നാട് പോലീസ് ഗുരുവായൂർ പോലീസിന് അയച്ചു നൽകി. ഗുരുവായൂർ പോലീസ് വാട്സപ്പിലൂടെ നാട്ടുകാരെ വിവരമറിയിച്ചു. ഫോട്ടോ കണ്ട് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ അരവിന്ദനെ പിടികൂടി കെട്ടിയിട്ടു. കുപ്രസിദ്ധ മോഷ്ടാവിനെ പിടികൂടിയെന്ന് പറഞ്ഞ് ഫോട്ടോയെടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. പിന്നീട് ഗുരുവായൂർ പോലീസിന് കൈമാറി. ഇവർ വിവരമറിയിച്ചതിനനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് 4 പോലീസുകാർ ഗുരുവായൂരിലെത്തി. വിശദമായി ചോദ്യം ചെയ്തതോടെ അരവിന്ദന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു. തമിഴ്നാട്ടിൽ അരവിന്ദനെതിരെ പോക്സോ കേസുണ്ടായിരുന്നു. അയൽവാസിയായ പെൺകുട്ടിയുമായി അരവിന്ദൻ പ്രണയത്തിലായിരുന്നു. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടക്കില്ലെന്ന് ഉറപ്പായതോടെ 6 വർഷം മുമ്പ് പ്രണയിനിയുമായി അരവിന്ദ് ഗുരുവായൂരിലേക്ക് വണ്ടി കയറി. 18 വയസ്സ് തികയാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് കാണിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതോടെ പോക്സോ കേസിൽ അറസ്റ്റിലായി. ഈ സമയത്ത് പോലീസ് എടുത്ത ഫോട്ടോയാണ് CCTV ദൃശ്യത്തിലെ മോഷ്ടാവുമായി സാമ്യം തോന്നിപ്പിച്ചത്. പിന്നീട് വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രണയിനിയെ വിവാഹം കഴിക്കുകയും കേസ് തള്ളിപ്പോവുകയും ചെയ്തു. ഇതിനുശേഷം 7 മാസമായി അരവിന്ദ് ഭാര്യയ്ക്കും 3 കുഞ്ഞുങ്ങൾക്കുമൊപ്പം കണ്ടൻകുളങ്ങരയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ബുധനാഴ്ച രാത്രി പോലീസ് പിടികൂടിയ അരവിന്ദനെ വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് വിട്ടയക്കുന്നത്. മോഷ്ടാവാണെന്ന് പ്രചാരണം ഉണ്ടായതോടെ വാടക വീട്ടിൽ നിന്ന് ഒഴിയാൻ ഉടമ നിർബന്ധിച്ചു. 3 ദിവസം പണിക്ക് പോകാൻ പറ്റിയില്ല. ബഹളത്തിനിടയിൽ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടി. നിരപരാധിയാണെന്ന് കണ്ട് പോലീസുകാർ വെറുതെ വിട്ടെങ്കിലും മോഷ്ടാവാണെന്ന സന്ദേശം വാട്സപ്പിൽ പ്രചരിക്കുന്നുണ്ട്. ഇതുമൂലം പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണെന്ന് അരവിന്ദൻ പറഞ്ഞു. മോഷ്ടാവാണെന്ന് ചിത്രീകരിച്ച് അടിവസ്ത്രം മാത്രം ധരിച്ച് ബന്ധസ്ഥനാക്കി തെരുവിലിറക്കിയത് ഈ കുടുംബത്തെ കടുത്ത മനോവിഷമത്തിലാക്കി. കൈ കാലിനെ കട്ടിപ്പൊട്ടാണ്, മുണ്ട് അഴിച്ചിട്ട് വിട്ടിട്ട് പോയിട്ട് ഒരു 8 മണി ആവുന്നപ്പോ തിരുമ്പി പോലീസ് വന്നു. 3 പോലീസ്
ഇന്നലെ നൈറ്റ് കൊണ്ടുപോയിട്ട് இப்போ 2 மணிக்கு தான் விட்டுருக்காங்க. காலு தட்டி கொண்டு போயின்னு பாருங்க. வந்துட்டு நான் 7 மாசம் ஆகுது. 7 மாசமா இங்கதான் இருக்கேன். നാട്ടിലൊന്നും പോയിട്ടില്ല. ഗുരുവായൂരിൽ പണിക്ക് പോകും ഞാൻ. ആത്മഹത്യക്ക് മുതിർന്ന അരവിന്ദനെ ഭാര്യയും മറ്റുള്ളവരും ചേർന്ന് പിന്തിരിപ്പിച്ചു. ഇനിയും മാനസിക വിഷമം നേരിടേണ്ടി വന്നാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ഇവരുടെ തീരുമാനം. തമിഴ്നാട് പോലീസും കേരള പോലീസും നടത്തിയ ആശയവിനിമയത്തിൽ വന്ന അപാകതയാണ് ഈ കുടുംബത്തിന് വിനയായത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തു കണ്ടാലും നിജസ്ഥിതി മനസ്സിലാക്കാതെ ഷെയർ ചെയ്യുന്നവർക്ക് ഈ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ ഒരു പാഠമാണ്. TCV ഗുരുവായൂർ. അത്താണി വ്യവസായ എസ്റ്റേറ്റിലെ അനധികൃത മരമുറി വിജിലൻസ് അന്വേഷിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. വ്യവസായ എസ്റ്റേറ്റിൽ സിഡ്കോയുടെ പ്ലോട്ട് അനുവദിച്ച സ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും നിന്നിരുന്ന തേക്ക്, വേങ്ങ തുടങ്ങിയ മരങ്ങൾ സിഡ്കോയുടെയോ വനം വകുപ്പിന്റെയോ അനുമതിയില്ലാതെ മുറിക്കുകയും സിഡ്കോയുടെ റോഡരികിലുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് രാത്രിയിൽ കടത്താൻ ശ്രമിക്കുകയുണ്ടായി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സംഭവം വിവാദമായപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മുറിച്ചിട്ട മരങ്ങളുടെ അളവെടുത്തു. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അജിത് കുമാർ ആവശ്യപ്പെട്ടു. തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. പൂരങ്ങളുടെ പൂരത്തിന് വാദ്യവിരുന്നൊരുക്കാൻ മേളപ്രമാണികൾ ഒരുങ്ങി. പാണ്ഡ്യയുടെയും പഞ്ചവാദ്യത്തിന്റെയും നാദവിസ്മയം കേൾക്കാൻ കാതോർത്ത് ശക്തന്റെ തട്ടകം. മേളങ്ങളുടെ മേളമായ ഇലഞ്ഞിത്തറ മേളത്തിനെ പ്രാമാണിത്വം വഹിക്കുന്നത് കിഴക്കൂട്ട് അനിയന്മാരാർ തന്നെ. ഏറെക്കാലം തിരുവമ്പാടിയുടെ മേളപ്രമാണിയായിരുന്ന കിഴക്കൂട്ട് അനിയന്മാരാർ പാറമേക്കാവിൽ പാണ്ഡ്യവിസ്മയത്തിന്റെ അമരക്കാരനാവുന്നത് 2023 മുതലാണ്. 79-ാം വയസ്സിൽ മേളത്തിന്റെ 62-ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന കിഴക്കൂട്ടിന്റെ മേളക്കൂട്ടിനായി കാതോർത്തിരിക്കുകയാണ് മേളാസ്വാദകർ. തിരുവമ്പാടിയുടെ പാണ്ഡ്യമേളത്തിന്റെ പ്രാമാണിത്വം ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ കയ്യിൽ സുഭദ്രം. തുടർച്ചയായി 3-ാം വർഷമാണ് ചേരാനെല്ലൂർ തിരുവമ്പാടിയുടെ പാണ്ഡ്യയ്ക്ക് അമരക്കാരനാവുന്നത്. പൊയ്ക്കാട്ടുപടി കുറുമ്പക്കാവിൽ 17-ാം വയസ്സിൽ തുടങ്ങിയ മേളപ്രമാണം ഇന്നും തുടരുന്നു. പാണ്ഡ്യമേളത്തിന്റെ ചേരാനെല്ലൂർ ശൈലിക്കായി കാത്തിരിക്കുകയാണ് പൂരനഗരി. തിരുവമ്പാടി മഠത്തിൽ വരവ് പഞ്ചവാദ്യം പ്രാമാണിത്വം കോങ്ങാട് മധുവിനാണ്. 1982-ലാണ് കോങ്ങാട് മധു ആദ്യമായി മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ ഭാഗമാകുന്നത്. തിമിലയിൽ നാദ മധു പൊഴിക്കുന്ന കോങ്ങാട് മധുവിന്റെ പഞ്ചവാദ്യ വിസ്മയം ആസ്വദിക്കാൻ ഇത്തവണയും ആയിരങ്ങളെത്തും. പാറമേക്കാവിന്റെ രാത്രി പഞ്ചവാദ്യത്തിന്റെ പ്രമാണി ചോറ്റാനിക്കര നന്ദപ്പമാരാരാണ്. പാറമേക്കാവ് പഞ്ചവാദ്യത്തിന്റെ പ്രാമാണിത്വം ഈ 70-കാരന് 3-ാം തവണയാണ്. 10-ാം വയസ്സിൽ തിമിലയിൽ അരങ്ങേറ്റം കുറിച്ച നന്ദപ്പമാരാരുടെ വാദ്യവിസ്മയത്തിനായി പൂരനഗരി കാത്തിരിക്കുന്നു. തൃശൂർ പൂരത്തിൽ ആനച്ചന്തത്തിന് അഴക് പകരാൻ ആലവട്ട ചാമരങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പാരമ്പര്യ പൈതൃക തനിമയിൽ പുതുമ നിറഞ്ഞ ആനച്ചമയങ്ങളാണ് പൂരം നാളിൽ ആനപ്പുറം ഏറാൻ ഇത്തവണയും അണിയറയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. മറ്റു പൂരങ്ങളെ അപേക്ഷിച്ച് തൃശൂർ പൂരത്തിന് ഒരുക്കുന്ന ആലവട്ട ചാമരങ്ങൾക്ക് പ്രത്യേകതകളേറെയാണ്. ഓരോ വർഷവും പുതുമ നിറഞ്ഞ ആലവട്ട ചാമരങ്ങളാണ് തൃശൂർ പൂരത്തിൽ ആനപ്പുറമേറുക. തൃശൂർ പൂരത്തിന് വർണ്ണക്കൂടകൾക്കൊപ്പം പ്രധാനമാണ് ആലവട്ട ചാമരങ്ങൾ. പൂരം നാളിൽ കരിവീരൻ അഴകേറ്റുന്ന ആലവട്ടത്തിന്റെയും വെൺചാമരത്തിന്റെയും കൈപ്പിഴ കൂടാതെയുള്ള അവസാനഘട്ട മിനുക്കുപണിയിലാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ. അരനൂറ്റാണ്ടിലധികമായി പാറമേക്കാവിനു വേണ്ടി ആലവട്ട ചാമരങ്ങളുടെ അമരസ്ഥാനത്തുള്ളത് ചാത്തനാത്ത മുരളീധരൻ മാഷാണ്. പാരമ്പര്യം കൈവിടാതെ പുതുമ നിറഞ്ഞ ആലവട്ടങ്ങളാണ് മാഷ് ഓരോ തവണയും പൂരത്തിനായി ഒരുക്കുക. ഈ വർഷത്തെ പുതുമ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ മടിയിലേക്കകത്ത് ഇരിക്കുന്നത് കോലം വയ്ക്കുന്ന ആനയുടെ കൂട്ടാനയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആലവട്ടമാണ്. ഈ സ്പെഷ്യൽ ആലവട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നെറ്റിപ്പട്ടത്തിൻ്റെ മുക്കിണ്ടവും ചുരൽപ്പൊളിയും
അതുപോലെ തന്നെ രണ്ടാമത്തെ വളയത്തിൽ മുന്തിരിവള്ളിയും അവസാനത്തെ വളയത്തിൽ മുന്തിരിവള്ളിയും അതിൽ ചെറിയ നഗവടവും കൂടി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആകർഷകമാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ വർഷം നടത്തിയിരിക്കുന്നത്. എഴുന്നള്ളിക്കുന്ന ആനയുടെ ആലവട്ടത്തിൻ്റെ പ്രത്യേകത 16 പരമശിവന്റെ ശൂലം വെച്ചുകൊണ്ട് അതെല്ലാം സ്വർണ്ണമയമായിട്ട് ഉള്ള രീതിയിൽ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോലത്തിൻ്റെ പൂവ് അതിനകത്ത് വെച്ചിട്ടുണ്ട്, അരിക്കവടി വെച്ചിട്ടുണ്ട്. സാധാരണ ആലവട്ടം എന്ന് പറഞ്ഞ 12 ജോഡിയിൽ ഇവിടെ പ്രധാനമായിട്ടും ശംഖും ഒറ്റത്തണ്ടും ആണ് മയിൽപ്പീലി കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് ഇടത്തരം നാഗപടം, അതുപോലെ തന്നെ ചില്ല്, ഒരു ഗോപിയുടെ ചില്ല്, അതും അതുപോലെ തന്നെ കമ്പിളി നൂലാണ് ഇതിനകത്ത് ചുറ്റിയിരിക്കുന്നത്. അത് ഇളം പച്ചയും അതുപോലെ തന്നെ പിങ്ക് കളറുള്ള കമ്പിളി നൂല് ചുറ്റിക്കൊണ്ട് 12 ജോഡി. 15 ജോഡി ആലവട്ടങ്ങളാണ് ഒരു വിഭാഗത്തിനുണ്ടാവുക. പൂരത്തിന് 4 മാസം മുൻപേ തന്നെ ആലവട്ട നിർമ്മാണം ആരംഭിക്കും. നടുവിലെ ആനയ്ക്ക് സ്പെഷ്യൽ ആലവട്ടവും ഇടത്തേ പറ്റും വലത്തേ പറ്റുമുള്ള ആനകൾക്ക് മറ്റ് ആനകളിൽ നിന്നും വ്യത്യസ്തമായുള്ള ആലവട്ടങ്ങളുമാണ് നൽകുക. തിരുവമ്പാടിക്ക് വേണ്ടി കണിമംഗലം സ്വദേശി കടവത്ത് സുജിത്താണ് ആലവട്ട ചാമരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ചെറുപ്പം മുതലേ അച്ഛനോടൊപ്പം ആലവട്ട ചാമര നിർമ്മാണത്തിൽ സജീവമായിരുന്ന സുജിത്ത് ഇത് 4ാം വർഷമാണ് തിരുവമ്പാടിക്ക് വേണ്ടി ആനച്ചമയ നിർമ്മാണത്തിൽ നേതൃസ്ഥാനം വഹിക്കുന്നത്. പൈതൃകമായി കിട്ടിയ ദൗത്യം ചിട്ട തെറ്റാതെ പുതുമകൾ സമ്മാനിച്ചാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്. ഇപ്രാവശ്യം തിരുവമ്പാടിക്ക് 15 ജോഡിയും ആലോട്ടങ്ങളുടെയും പണി ഏകദേശം പൂർത്തീകരിച്ചു. മെയിൻ നടുക്കിൽ നിൽക്കുന്ന ആനയ്ക്കാണ് സ്പെഷ്യൽ ആലോട്ടങ്ങളായിട്ട് പണിതിട്ടുള്ളത്. ഒരു ചന്ദ്രക്കല രൂപത്തിലാണ് അതിൻ്റെ പണി. ചന്ദ്രക്കല കൂടാതെ ഒരു സ്പെഷ്യൽ പൂക്കളാണ് എല്ലാം പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സാധാരണ ആലോട്ടാണെങ്കിൽ മയിൽപ്പീലി തണ്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എല്ലാ പൂക്കളും അതുമേ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. പിന്നെ ഇടത്തെ കൂട്ടിനും വലത്തെ കൂട്ടിനും അതേപോലെ ഒരു വ്യത്യസ്ത മാതൃകയിൽ ഗോളാകൃതിയിലുള്ള ഒരു ഡിസൈനിലാണ് പണിതിട്ടുള്ളത്. ആലവട്ടം പോലെ തന്നെ വ്യത്യസ്തമാണ് തൃശൂർ പൂരത്തിന് വെൺപ്രഭ ചൊരിയുന്ന വെഞ്ചാമരങ്ങളും. സാധാരണ പൂരങ്ങളിൽ നിന്ന് വിഭിന്നമായി തൃശൂർ പൂരത്തിന് ഉപയോഗിക്കുന്ന ചാമരങ്ങൾക്ക് 6 കിലോയോളം തൂക്കം വരും. എഴുന്നള്ളിപ്പുകളിൽ മേളത്തിനും പഞ്ചവാദ്യത്തിനും ഇടയിലുള്ള കലശങ്ങളിൽ താളാത്മകമായി വീശുന്ന ആലവട്ട ചാമരങ്ങൾ പൂരാവേശം കാണികളിൽ ആവോളം നിറയ്ക്കുന്നതാണ്. പാണ്ഡ്യമേളത്തിന്റെ രൗദ്രതയിൽ തൃശൂർ പൂരം കൊട്ടിക്കയറുമ്പോൾ ആനപ്പുറമേറുന്ന ആലവട്ട ചാമരങ്ങൾ കാണികൾക്ക് സമ്മാനിക്കുന്നത് പൂരത്തിന്റെ മതിവര കാഴ്ചകളാണ്. പാർമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും അണിയറയിൽ ആലവട്ട ചാമരങ്ങൾ സജ്ജം. ഇനി കാത്തിരിപ്പാണ് പൂരങ്ങളുടെ പൂരത്തിനായുള്ള കാത്തിരിപ്പ്. ക്യാമറമാൻ ഷിബി പോട്ടോറിനൊപ്പം ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്. തൃശൂർ പൂരത്തിലെ വാദ്യസംഘത്തിൽ ഇത്തവണയും സ്ത്രീ സാന്നിധ്യമുണ്ടാകും. പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതിയുടെ എഴുന്നള്ളിപ്പിലെ പാണ്ഡ്യമേളത്തിൽ കുറുങ്കുഴലുമായി ഹൃദയെത്തും. താണിക്കുളം സ്വദേശിനി ഹൃദ്യ സുധീഷും മുളങ്ങുന്നത്തുകാവ് സ്വദേശിനി ശ്രീപ്രിയയും കഴിഞ്ഞ വർഷവും കുറുങ്കുഴൽ വായിച്ച് പൂരത്തിന്റെ ഭാഗമായിരുന്നു. പനമുക്കുംപിള്ളി ദേശത്തിന്റെ ഭാഗമായാണ് അന്ന് ഇരുവരും വാദ്യസംഘത്തിലുണ്ടായിരുന്നത്. ഇത്തവണയും കുറുങ്കുഴലുമായി ഹൃദ്യയുണ്ട്. കാരമുക്കിന്റെ പാണ്ഡ്യമേളത്തിലാകും ഹൃദ്യയുടെ സ്ഥാനം. അജി പട്ടിക്കാടിന്റെ കീഴിൽ പരിശീലനം പൂർത്തിയാക്കി പൂരത്തിനൊരുങ്ങുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഹൃദ്യ. ഇപ്രാവശ്യം ഞാൻ തൃശ്ശൂർ പൂരത്തിനുണ്ട്. കഴിഞ്ഞ വട്ടം വായിച്ചത് കൊണ്ട് ഇപ്രാവശ്യം കുറച്ചും കൂടെ ധൈര്യമുണ്ട്. തൃശ്ശൂർ പൂരത്തിന് വായിക്കാൻ പറ്റണത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ 2ാമത്തെ കൊല്ലം എനിക്ക് വായിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. താണിക്കുടം കുറിച്ചിക്കര കോഴിപ്പറമ്പിൽ സുധീഷിന്റെയും സിന്ധുവിന്റെയും മകളായ ഹൃദ്യ 4 വർഷമായി കുറുങ്കുഴൽ പരിശീലിക്കുന്നുണ്ട്. ഗിത്താറും ശാസ്ത്രീയ സംഗീതവും ഈ കലാകാരിക്ക് വഴങ്ങും. തൃശൂർ പൂരത്തിന് ആനപ്പുറമേറാൻ കോർപ്പറേഷൻ കൗൺസിലറും പനമുക്ക് ഡിവിഷൻ കൗൺസിലർ AR രാഹുൽനാഥാണ് പൂരങ്ങൾക്ക് ആനപ്പുറം കയറി ശ്രദ്ധേയനാകുന്നത്. രാഹുൽനാഥ് 20 വർഷത്തോളമായി പൂരപ്പറമ്പുകളിൽ നിന്നും പൂരപ്പറമ്പുകളിലേക്കുള്ള ഓട്ടവും ആനപ്പുറം കയറലും തുടരുന്നു. കൗൺസിലറാണെങ്കിലും ചെണ്ടയ്ക്ക് കോലുവെക്കുന്നിടത്തെല്ലാം രാഹുൽനാഥ് എത്തും.
കൗൺസിലർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആനപ്പുറത്തിനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ പൂരത്തിനോടുള്ള സ്നേഹമൊന്നും ഒരു തരത്തിലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മളൊരു തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പൂരങ്ങളുടെ ഒരു വലിയൊരു പൂരം നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് കൗൺസിലർ അതിൻ്റെ പേരിൽ ഇതുവരെ മാറ്റി നിർത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൗൺസിലറായിരുന്നു, അതിന് മുന്നല്ലായിരുന്നു, അതിലൊന്നും വ്യത്യസ്തത തോന്നിയില്ല. ഇനി ഈ കൗൺസിലർ കഴിയുമ്പോഴും ഇത് തുടർന്നുകൊണ്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും സന്തോഷകരം. ജീവിതത്തിൽ സന്തോഷമുള്ള ഓരോ മനുഷ്യർക്കും. തൃശൂർ പൂരം ആനപ്പുറം കയറാൻ തുടങ്ങിയിട്ട് വലിയൊരു അനുഭവം. സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ആനപ്പുറം, ആറാട്ടുപുഴ, പെരുവനം, ഊരകം, അങ്ങനെ പല സ്ഥലങ്ങളിൽ, വൈക്കടക്കം പുറത്തുള്ള നമ്മുടെ ജില്ലകൾ വിട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ആനപ്പുറം കയറിയിട്ടുണ്ട്. ആദ്യം ആനപ്പുറം കയറാന്നുള്ളൊരു ഇഷ്ടത്തിൻ്റെ പുറത്താണ്. പിന്നെ അത് ജീവിതത്തിൻ്റെ കുറച്ചൊരു പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനം കൂടിയായിരുന്നു. ഒരു സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട സമയത്ത്. പിന്നീട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്താനും തോന്നുന്നില്ല. അന്ന് ആ മേളം ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും സേഫ് സോണായിട്ടാണ് ഞാൻ കാണുന്നത് ആനപ്പുറത്തെ കുറിച്ച്. ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലും നടക്കുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ എലിഫൻറ്റ് സ്ക്വാഡുകൾ, SPC അടക്കം വരുന്ന എലിഫൻറ്റ് സ്ക്വാഡുകൾ വളരെ ചിട്ടവട്ടായിട്ട് ആളുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. ആനപ്പുറം കയറുന്നതിന് പുറമെ കുറുക്കഞ്ചേരി അടക്കമുള്ള ത്തിലാണ് AR രാഹുൽനാഥ്. ക്യാമറമാൻ അനന്തകൃഷ്ണനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TC വിനോസ്. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. മറ്റു വാർത്തകളിലേക്ക്. മാളയിലെ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ക്യാമ്പസിൽ സൈനിക സ്കൂൾ ആരംഭിക്കും. കേന്ദ്ര സർക്കാർ രാജ്യത്ത് ആരംഭിക്കുന്ന 100 സൈനിക സ്കൂളുകളിലൊന്നാണ് മാളയിൽ വരുന്നതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ തൃശൂർ പൂരത്തോടനുബന്ധിച്ച് വടക്കുനാഥ ക്ഷേത്ര സേവന സമിതി രൂപീകരണത്തിൽ കോടതി ഇടപെടലിന്റെ ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ തൃശൂർ പൂരത്തോടനുബന്ധിച്ച് വടക്കുനാഥ ക്ഷേത്ര സേവന സമിതി രൂപീകരിച്ചതിനെതിരെയും വടക്കുനാഥൻ ദേവസ്വം മാനേജരെ സ്ഥലം മാറ്റിയതിനെതിരെയുമാണ് KV സുമോദ് ഹൈക്കോടതിയിൽ കേസ് നൽകിയത്. കേസ് പരിഗണിച്ച കോടതി പ്രഥമ ദൃഷ്ട്യാ മേൽവിഷയത്തിൽ കോടതി ഇടപെടലിന്റെ ആവശ്യമില്ല എന്ന നിഗമനത്തിൽ വേനലവധിക്ക് ശേഷം കേസ് പരിഗണിക്കാൻ മാറ്റിവെച്ചു. വീട്ടിലെ മോട്ടോർ പമ്പ് സെറ്റിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. മാന്നാമംഗലം ഊന്ന് കല്ലിങ്കൽ പരേതനായ വർഗീസ് ഭാര്യ 74 വയസ്സുള്ള ഏലിയാമ്മയാണ് മരിച്ചത്. പമ്പ് സെറ്റ് ഓൺ ചെയ്ത ശേഷം വെള്ളം തിരിച്ചുവിടുന്നതിന് വേണ്ടി വാൽവ് തിരിക്കുന്നതിനിടയിലാണ് ഇവർ ഷോക്കേറ്റ് തെറിച്ചു വീണത്. കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്ര സ്കൂട്ടർ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടന്ന സ്കൂട്ടർ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA അഹമ്മദ്, ഡിവിഷൻ മെമ്പർമാരായ ലീല സുബ്രഹ്മണ്യം, KV സജു, ലീല ശശികുമാർ, സെക്രട്ടറി ഇൻചാർജ് അനുരാധ തുടങ്ങിയവർ പങ്കെടുത്തു. 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 40 പേർക്കുള്ള മുച്ചക്ര വാഹനം വിതരണം ചെയ്തത്. ശക്തമായ ഇടിമിന്നലിൽ ചാലക്കുടിയിൽ തെങ്ങ് കത്തി നശിച്ചു. കൂടപ്പുഴ വെട്ടുകടവ് കാട്ടുപറമ്പിൽ ഷെല്ലിയുടെ വീട്ടുപറമ്പിൽ വലിയ തെങ്ങിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വാണിജ്യം. നിരവധി സമ്മാനങ്ങളും ഓഫറുകളുമായി തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പ്രവർത്തനം ആരംഭിച്ച എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പവലിയൻ ശ്രദ്ധേയമാകുന്നു.
സ്നേഹം പോലെ പരിശുദ്ധമെന്ന പരസ്യവാചകവുമായി 36 വർഷത്തെ പാരമ്പര്യവുമായി കസ്റ്റമേഴ്സിന്റെ മനം കവർന്ന തൃശൂർ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒട്ടനവധി സമ്മാനങ്ങളും ഓഫറുകളുമായാണ് തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പവലിയൻ ആരംഭിച്ചിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം എന്നതാണ് എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകത. 1 വർഷത്തേക്ക് അഡ്വാൻസായി ഗോൾഡ് ബുക്ക് ചെയ്യുന്നവർക്ക് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാവുന്നതാണ്. അതുമാത്രമല്ല, ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണ് കുറവ് ആ വിലയ്ക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. എലിസ്റ്റ ഗോൾഡൻ ഡ്രീംസ് പ്ലാനിൽ അംഗമാകുന്നതിലൂടെ ആദ്യ മാസതവണ സംഖ്യ ബോണസായി ലഭിക്കുകയും കേരള സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെയും മറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് 50% കിഴിവും ഡയമണ്ട് ആഭരണങ്ങൾക്ക് 30% കിഴിവും ലഭിക്കും. പൂരം പ്രദർശന നഗരിയിലെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പവലിയൻ സന്ദർശിക്കുന്നവർക്ക് ലക്കി ഡ്രോയിലൂടെ ഗോൾഡ് കോയിൻ സൗജന്യമായി ലഭിക്കും. കൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകളും ഒരുക്കിയിട്ടുണ്ട്. സൗജന്യമായി കാതുകുത്തി കൊടുക്കുന്നതും പ്രത്യേകതയാണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,372 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തൃശൂർ പൂരമൊരുക്കങ്ങൾ വിലയിരുത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തേക്കിൻകാട് മൈതാനിയിൽ ശനിയാഴ്ച മോക്ക് ഡ്രിൽ നടത്തും. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവിധ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം പദ്ധതി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. സമയക്രമം പാലിച്ചില്ലെന്നാരോപിച്ച് പോലീസ് ബസ് തടഞ്ഞതാണ് പണിമുടക്കിനിടയാക്കിയത്. വലിയക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണമെന്നും 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ലെന്നും കോടതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടിയ നടപടിക്കെതിരെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. 9, 10, 11 തീയതികളിലാണ് തിരുനാൾ. മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ സുരക്ഷാവലോകന യോഗം ചേർന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.